നമ്മുടെ വണ്ടി ഇടിച്ചൊരാളെ റോഡിൽ കിടക്കുന്നത് മറ്റൊരാൾ മരണപ്പെട്ടിട്ട് എന്റെ ജീവൻ രക്ഷിക്കണ്ട, അതിനും കൂടെ കൊണ്ടുപോവാം. ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ ഇസബെല്ല മരിച്ചു. അർച്ചനയ്ക്ക് ബോധം തെളിഞ്ഞപ്പോ അവക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവളെ കണ്ടപ്പോ അതെന്റെ സമൃദ്ധിയാന്ന് തോന്നി. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ദൈവം അവളെ തിരിച്ചു തന്നാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഊരും പേരും അറിയാത്ത അർച്ചനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. താൻ ആരാണെന്നോ എന്താണെന്നോ ഓർമ്മയില്ലാത്ത അവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളെപ്പോലൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് തെരുവിലേക്ക് ഇറക്കി വിട്ട കടിച്ചു കീറാൻ കാത്തിരുന്ന ചെന്നായിക്കൂട്ടത്തെ ഞാൻ ഭയന്നു സച്ചി. ഒടുവിലെ അവക്ക് ഓർമ്മ തിരിച്ചു കിട്ടും വരെ അവളെ സംരക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇസബെല്ലയുടെ പേരും ജീവിതവും ഞാൻ ഒക്കെ കൊടുത്തു. ആരോരുമില്ലാത്ത അവൾക്ക് ഞങ്ങളൊരു താങ്ങായി. പതിയെ പതിയെ അവളും ഞങ്ങൾക്ക് താങ്ങായി. അതോടെ അവള് സമൃദ്ധിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. മതി സാറേ, ഇനിയൊന്നും പറയണമെന്നില്ല. പക്ഷെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു. അത് സാറ് ചിന്തിച്ചോ? അവളുടെ കഴുത്തില് ഇപ്പോഴും കിടക്കുന്ന ആ താലി അത് ആരുടേതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ആക്സിഡന്റിൽപ്പെട്ട ഒരു സ്ത്രീ മുന്നിൽ വന്ന് പെട്ടാൽ വേട്ടപ്പെട്ടിയെ പോലെ അവളെ സ്വന്തമാക്കണം വേണ്ടത്. അവൾക്ക് ഓർമ്മയില്ല, സമ്മതിച്ചു. പക്ഷെ പത്രത്തില് നിങ്ങൾക്കൊരു പരസ്യം കൊടുത്തുകൂടായിരുന്നോ? അത് കണ്ടെങ്കിലും ഞാൻ എന്റെ അർച്ചനെ അന്വേഷിച്ചു വരുമായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? നിങ്ങളുടെ സ്വാർത്ഥത. നിങ്ങളുടെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബലി കൊടുക്കപ്പെട്ട ജീവിതമായിട്ടാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നേ. എന്തെങ്കിലും ഒരു സമാധാനം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ?